ഹലോ, നമുക്കറിയാം AI എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെ വർക്കിലും ഒക്കെ എല്ലാ ഫീൽഡിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുടെയും പാരന്റ്സിന്റെയും ഒരു സംശയമാണ്. നമ്മൾ +2 കഴിഞ്ഞിട്ട് ബിടെക് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യണോ വേണ്ടേ, ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എവിടെ പോയിട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് +2ന് ശേഷം ബിടെക്കിന്റെ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഡയറക്ട്ലി ബിടെക് ഇൻ AI എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ AI എന്ന് പറയുന്ന കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതാണെന്നുണ്ടെങ്കിലും എന്താണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ പഠിക്കാനുണ്ടാവുക, അത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആവുക എന്ന് മാത്രമല്ല ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ്, മുഴുവനായിട്ട് കാണുക. ഇതിൽ എസ്പെഷ്യലി JEE കീം വഴിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജനറൽ കരിയർ സ്കോപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ശരിക്കും ആർക്കും അറിയില്ല. ഒരു 10 years കഴിഞ്ഞാൽ ഏതൊക്കെ ജോബ് ഇല്ലാതാകും, പുതിയ ഏതൊക്കെ ജോബ് വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ കറന്റ് AIയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഒരു ഇന്ത്യയിലെ നമ്മൾ റോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AIML ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 8 to 15 LPA വരെ കിട്ടുന്നത് നമുക്ക് കാണാം. അതുപോലെ ഡേറ്റാ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 10 to 25 വരെ ഓരോ വർഷവും ഏൺ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. NLP ലാംഗ്വേജ് പ്രോസസിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 6 to 12. അതുപോലെ റോബോട്ടിക്സ് പ്രോഗ്രാമർ ആയിട്ട് 5 to 10. AI പ്രോഡക്റ്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 15+. ഇത് കൂടാതെ ഇനിയും വരുന്ന വർഷങ്ങളിൽ ഒരുപാട് പുതിയ വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ റോളുകൾ AI റിലേറ്റഡ് ആയിട്ട് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഒരുപാട് നല്ല പാക്കേജുകളും അല്ലെങ്കിൽ നല്ല രൂപത്തിൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് AI, അല്ലെങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക് സെക്ടർ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അപ്പൊ അവിടുത്തെ 4 വർഷത്തെ ഇപ്പൊ നിങ്ങളൊരു AI സിലബസ് അല്ലെങ്കിൽ AI കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ IIITയിലൊക്കെ അല്ലെങ്കിൽ IITസിലോ NITസിലോ അല്ലെങ്കിൽ കീം വഴിയുള്ള കോളേജസിലോ ഒക്കെ AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണത്, അല്ലെങ്കിൽ സമ്മറി ആണത്. ഇത് ഓരോ കോളേജിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം. പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഏതൊക്കെ കോഴ്സസ് ആയിരിക്കും നിങ്ങൾക്ക് 4 വർഷങ്ങളിൽ പഠിക്കാനുണ്ടാവുക. അതിൽ ഫസ്റ്റ് ഇയറിൽ എന്തായാലും ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഴ്സസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ മാത്തമാറ്റിക്സ്, കാൽക്കുലസും ലീനിയർ ഓൾജിബ്ര ഒക്കെ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാ, മാത്തമാറ്റിക്സിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സെക്കൻഡ് ഇയറിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് ഇതൊക്കെ കമ്പ്യൂട്ടർ സയൻസിന്റെ പാർട്ടായിട്ടും പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് പ്രോഗ്രാമുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന്റെ ആ ഒരു തിയറി അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നത് വേണം. പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് AI അറിയണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. പിന്നെ തേർഡ് ഇയറിലേക്ക് വരുമ്പോഴാണ് AI കോഴ്സുകൾ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഡേറ്റ മൈനിങ് പോലുള്ള നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് പോലുള്ള പ്രോഗ്രാം കോഴ്സസ് ഒക്കെ വരുന്നത് തേർഡ് ഇയറിലായിരിക്കും. ഫോർത്ത് ഇയറിലേക്ക് അഗൈൻ റോബോട്ടിക്സ്, AI എത്തിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. റിസർച്ച് പ്രോജക്റ്റുകൾ നിങ്ങൾ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകൾ നിങ്ങൾ ഫോർത്ത് ഇയറിൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എലക്ടീവ്സ് നിങ്ങൾക്ക് എടുക്കാം. വിഷൻ, സ്പീച്ച്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് തുടങ്ങിയിട്ടുള്ള എലക്ടീവ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇത് VIT ആവട്ടെ അല്ലെങ്കിൽ SRM ആവട്ടെ ഏത് കോളേജ് ആണെന്നുണ്ടെങ്കിലും AI റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ബിടെക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടാവുക. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ല ഹെവിലി മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കോഴ്സസും അതിലുണ്ടാകും. ഈ മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന പല AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ഇല്ലാതെ ആരും എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാതെ ആരും AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിലേക്ക് പോകാൻ പാടില്ല. ഇനി JEE അഡ്വാൻസ്ഡ് എക്സാം വഴി നമ്മുടെ IITസിൽ AI ഓഫർ ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IIT ഹൈദരാബാദിൽ നിങ്ങൾക്ക് ബിടെക് ഇൻ AI എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതുപോലെ IIT മദ്രാസിലെ ബിടെക് ഇൻ AI ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IIT ഖരഗ്പൂരിൽ ബിടെക് ഇൻ AI ഉണ്ട്. IIT റൂർക്കിയിൽ ബിടെക് ഇൻ ഡേറ്റ സയൻസ് ആൻഡ് AI ഉണ്ട്. അതുപോലെ IIT ഗുവാഹട്ടിയിലുണ്ട്, റോപ്പാറിലുണ്ട്, ഗാന്ധിനഗറിലുണ്ട്. ഇത്രയും കോളേജുകളിലാണ് ഡയറക്റ്റ് ആയിട്ട് ബിടെക് ഇൻ AI അല്ലെങ്കിൽ ഡേറ്റ സയൻസിനോട് കൂടിയിട്ടുള്ള ബിടെക് അവൈലബിൾ ആയിട്ടുള്ള IITs എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ JEE മെയിൻ വഴിയുള്ള NITs അല്ലെങ്കിൽ IIITs നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും CS ആൻഡ് AI എന്ന് പറയുന്നത് IIIT ഹൈദരാബാദിൽ CS ആൻഡ് AIയിൽ എന്തുണ്ട്, ബിടെക് ഉണ്ട്. അതുപോലെ അത് IIIT ഡൽഹിയിലുണ്ട്. NIT വാറങ്കലിൽ AI ആൻഡ് ഡേറ്റ സയൻസ് അവൈലബിൾ ആണ്. സൂറത്തിൽ അവൈലബിൾ ആണ്, റൂർക്കൽ അവൈലബിൾ ആണ്. അതുപോലെ NIT സൂറത്തിൽ അവൈലബിൾ ആണ്. കുരുക്ഷേത്ര, ട്രിച്ചി, സിക്കിം, ജയ്പൂർ, ഈവൻ ഡൽഹി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലടക്കം ബിടെക് ഇൻ AI നിങ്ങൾക്ക് കാണാവുന്നതാണ്. NSUTയിലുണ്ട്, IIIT അത് റായ്ചൂരിലുണ്ട്, കോട്ടയിലുണ്ട്. ഇത്രയും IIITസിലും NITസിലുമാണ്
കമ്പ്യൂട്ടർ സയൻസ് എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബിടെക് പ്രോഗ്രാമുകളുള്ള JEE മെയിൻ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്ന കോളേജുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. അതിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് നമുക്കറിയാം, മിക്കവാറും JEE മെയിൻ വഴി ജോസ കൗൺസിലിംഗ് വഴി തന്നെയാണ്. അതിൽ IIIT ഹൈദരാബാദിലേക്ക് UGW വഴി എന്ത് ചെയ്യാറുണ്ട്, അഡ്മിഷൻസ് എടുക്കാറുണ്ട്. അതുപോലെ DTU ആണെന്നുണ്ടെങ്കിൽ JAC ഡൽഹി എന്ന് പറയുന്ന അഡ്മിഷൻ പ്രോസസ്സ് വഴിയും എന്ത് നടക്കാറുണ്ട്, അഡ്മിഷൻസ് നടക്കാറുണ്ട്. ഇനി നമ്മൾ കീം വഴിയുള്ള AI കോഴ്സുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MAC കോളേജിൽ എന്തുണ്ട്, BTech in AI and ML ഉണ്ട്. അതുപോലെ തന്നെ SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലുണ്ട്. രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് BTech in ഡേറ്റാ സയൻസ് ആൻഡ് AI കാണാം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തലയിലുണ്ട്. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും BTech in AI ആൻഡ് ഡേറ്റാ സയൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇതൊക്കെ കീം വഴിയാണ് ഇതിന്റെ അഡ്മിഷൻസ് നടക്കുന്നത്. ഇതുകൂടാതെ ഇനി ഒരുപാട് കോളേജുകൾ നമ്മൾ കേരളത്തിൽ തന്നെ കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ആ കോളേജിൽ നല്ല ഫാക്കൽറ്റി ടീം ഉണ്ടായിരിക്കണം, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് ആയിട്ടുള്ള ടെക്നോളജി പഠിപ്പിക്കാനും അത് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഫാക്കൽറ്റി ടീം അവിടെ ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന സംശയമാണ്, ഡയറക്ട്ലി കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചിട്ട് പിന്നെ ഹയർ സ്റ്റഡീസിൽ നമുക്ക് AI-ലും ഡേറ്റാ സയൻസിലും മാസ്റ്റേഴ്സ് എടുക്കാൻ പോയാൽ പോരെ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അതും തെറ്റില്ലാത്ത ഓപ്ഷൻ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യം ആ ഒരു ബേസിക് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലേക്കും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിരിക്കും. AI-ൽ മാത്രമല്ല നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കാം. ഓവറോൾ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ AI-ൽ MTech അല്ലെങ്കിൽ MS പോലുള്ള പ്രോഗ്രാമുകൾ ഇന്ത്യയിലെ പുറത്തൊക്കെ ചെയ്യുന്നതും നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതർ സ്റ്റേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ്, മറ്റ് സ്റ്റേറ്റുകളിൽ എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ PSG കോളേജ്, അതുപോലെ തന്നെ SSN കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തമിഴ്നാടിന്റെ എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ട് BTech in AI ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ JNTU വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആന്ധ്രാപ്രദേശിൽ എക്സാം എഴുതിക്കൊണ്ട് BTech in AI അവൈലബിൾ ആണ്. വാസവി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗും അത് നമ്മുടെ തെലങ്കാനയിലാണ്. അതുപോലെ VGTI മുംബൈ, അത് നമ്മൾ MHT മഹാരാഷ്ട്രയിലെ എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ട് അവിടെയും അവൈലബിൾ ആണ്. RV കോളേജ്, BMS കോളേജും BTech in AI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കർണാടകയിലെ എൻട്രൻസ് എക്സാം എഴുതിക്കൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ കീം ആവട്ടെ, മറ്റ് സ്റ്റേറ്റിലെ എൻട്രൻസ് എക്സാം ആവട്ടെ, JEE മെയിൻ, JEE അഡ്വാൻസ്, ഇതുവഴിയൊക്കെ ഡയറക്റ്റ് AI BTech കോഴ്സുകൾ അവൈലബിൾ ആണ്. പ്രൈവറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ SRM-ലുണ്ട്, VIT-ലുണ്ട്, അമിറ്റി യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതുപോലെ തന്നെ ശിവ് നാദാർ യൂണിവേഴ്സിറ്റീസിലുണ്ട്, UPES ഡെറാഡൂണിലുണ്ട്. ഇവിടെയൊക്കെ ഡിഫറെന്റ് എക്സാമുകൾ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് BTech in AI കുറിച്ച് ആലോചിക്കാവുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഈ AI കോഴ്സസ് നേരെ പഠിക്കേണ്ടത്? +2 കഴിഞ്ഞ് നേരെ BTech in AI അല്ലെങ്കിൽ BTech in AI with ML ഓർ BTech in ഡേറ്റാ സയൻസ് ആൻഡ് AI, ഇതൊക്കെ ആരാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്സും ലോജിക്കൽ തിങ്കിങ് ഒക്കെ ഇഷ്ടമുള്ള ആളായിരിക്കണം. അത് നിങ്ങൾക്ക് JEE-ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം മാത്തിനോട് ഒരു താല്പര്യം ഉണ്ടോ എന്നില്ല എന്നുള്ളത്. കംഫർട്ടബിൾ വിത്ത് കോഡിംഗ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്കറിയാം കോഡിംഗ് ഒന്നും ഫ്രം സ്ക്രാച്ച് അല്ല, എല്ലാവരും AI യൂസ് ചെയ്തിട്ടാണ് കോഡ് ചെയ്യുന്നത്. പണ്ട് 2 ദിവസം എടുക്കുന്നത് ഇപ്പൊ ഒറ്റ ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഹാഫ് ഡേ കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്ന അത്രയും ഫാസ്റ്റർ ആയിട്ടാണ് കോഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പണ്ടത്തെ അത്രയും എഞ്ചിനീയേഴ്സിനെ ചിലപ്പോൾ കോഡിംഗ് എഞ്ചിനീയേഴ്സിനെ ഇനി അങ്ങോട്ട് ആവശ്യം വന്നുകൊള്ളുന്നില്ല. ക്യൂരിയസ് ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലംസ് യൂസിംഗ് ടെക്, അതുപോലെ തന്നെ വാണ്ട്സ് ടു വർക്ക് ഇൻ കട്ടിംഗ് എഡ്ജ് ഇൻഡസ്ട്രീസ്, ഇൻട്രസ്റ്റഡ് ഇൻ മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ, റോബോട്ടിക്സിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കണം. എൻജോയ്സ് കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് ടു ന്യൂ ടൂൾസ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു 4 വർഷത്തെ പഠനം കൊണ്ട് പിന്നെ അത് ഉപയോഗിച്ച് എല്ലാ കാലം വർക്ക് ചെയ്യാന്ന് വിചാരിക്കേണ്ട, ഇത് കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ് ആണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ അപ്സ്കിൽ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനും റെഡി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായിരിക്കണം. വിൽ AI ഹാവ് സ്കോപ്പ് ആഫ്റ്റർ 4 years? ഒരു 4-5 വർഷം കഴിഞ്ഞാൽ ഈ AI-ന്റെ സ്കോപ്പ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ്. AI is still in early adoption സ്റ്റേജിലാണ്. നമുക്ക് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താന്നുള്ളത് ഇപ്പോഴും അറിയില്ല, അത് എവിടെ വരെ എത്തും എന്നുള്ളത് ആർക്കും അറിയില്ല, അതാണ് സത്യം. ഓക്കെ, ന്യൂ ഏരിയാസ് ഇമേർജിംഗ്, ജനറേറ്റീവ് AI, അതുപോലെ AI എത്തിക്സ്, എഡ്ജ് AI എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുതിയ ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ എപ്പോഴും ഡിസിഷൻസ് എടുക്കുക ചെയ്യുക, അതിന്റെ ലോജിക്കൽ കോഡ് ബേസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക ചെയ്യാം. അപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന് പെട്ടെന്ന് റോഡിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ കാറിന്റെ അകത്തുള്ള ആളുകളെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം, അതല്ലെങ്കിൽ റോഡിലുള്ള പെഡസ്ട്രിയൻസിനെ സേവ് ചെയ്യാം. ഇതിൽ ആ കാർ ഏത് ഡിസിഷൻ എടുക്കണം. അപ്പൊ അതൊക്കെ നമ്മുടെ AI എത്തിക്സിൽ വരുന്നതാണ്. ഇങ്ങനെ ഒരുപാട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് ഏരിയാസ് ഇനിയും ഇതിൽ റിസർച്ച് ഒക്കെ ഇനിയും നടക്കാനുണ്ട്. ഗവൺമെന്റ്സ് ഇൻവെസ്റ്റിംഗ് ഹെവിലി, അത് ഒരു സത്യം തന്നെയാണ്. നമ്മുടെ എല്ലാ ഗവൺമെന്റുകളും AI ടെക്നോളജിയിൽ മറ്റെന്ത് ചെയ്യുന്നുണ്ട്, ഹെവിലി
ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. AI വിൽ ബി എ കോർ സ്കിൽ അക്രോസ് മോസ്റ്റ് ഫ്യൂച്ചർ ജോബ്സ്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എഞ്ചിനീയർ അല്ലെങ്കിൽ പോലും നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ChatGPT പോലുള്ള DeepSeek ഒക്കെ പോലുള്ള AI ടൂൾസിന്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. പ്രോംപ്റ്റ് ചെയ്യാനും ഇനി ഡിസൈനിങ് ആണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിലും ഇന്ന് നമുക്കറിയാം AIന്റെ പ്ലഗിൻസും ടൂൾസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം AI എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതുപോലത്തെ ടൂൾസ് അല്ലെങ്കിൽ അതുപോലത്തെ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് മാറാം. അല്ല, നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് പോയാലും AI ഉപയോഗിക്കാൻ അറിയുന്ന എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ AI ഉപയോഗിക്കാൻ അറിയുന്ന ഡോക്ടർ ആവണം എന്ന രൂപത്തിലേക്കാണ് ഫ്യൂച്ചർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു വളരെ ബ്രീഫായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ബിടെക് പ്രോഗ്രാമുകളുടെ ഒരു സ്കോപ്പും അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അത് എവിടെയൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ബാക്കി ഇനി സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. സോ ഫൈനലി ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. അപ്പൊ നേരെ ബിടെക് ഇൻ CS എടുക്കണോ അല്ലെങ്കിൽ ബിടെക് ഇൻ AI എടുക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യെസ് ഓർ നോ ആൻസർ ഇല്ല. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഉത്തരം നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ബിടെക് ഇൻ CS കിട്ടുന്നുണ്ടെങ്കിൽ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം AI സ്പെഷ്യലൈസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യമേ പോയിട്ട് AI സ്പെഷ്യലൈസ് ചെയ്താലും ആക്ച്വലി എന്താണ് സ്കോപ്പുകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം. 4 വർഷം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ബിടെക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സ്കോപ്പുകൾ, റോളുകൾ അല്ലെങ്കിൽ വേക്കൻസീസ് അവൈലബിൾ ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാം, ഡൗട്ടുകൾ ചോദിക്കാം. ബാക്കിയുള്ള സ്റ്റുഡൻസും അതിൽ പങ്കെടുക്കും. എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ട് അഡ്മിഷന്റെ സമയമാണ്. അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത് നമ്മുടെ XNY ലേണിംഗിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. 6 മുതൽ 10 വരെ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ അനിയന്മാരുണ്ടെങ്കിൽ XNY JEE NEET ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യിക്കാം. +2ന്റെ കൂടെ തന്നെ ഇതുപോലത്തെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ +1 +2 നമ്മൾ എടുക്കുന്ന ലോഡ് കുറയ്ക്കാൻ തീർച്ചയായിട്ടും അത് സഹായിക്കും. താഴെ കൊടുത്ത നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് വിളിച്ച് അന്വേഷിക്കുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.